നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങളുടെ വിശ്വാസങ്ങളാണ് നിങ്ങളുടെ ചിന്തകളാവുന്നത്. നിങ്ങളുടെ ചിന്തകൾ വാക്കുകൾ പ്രവൃത്തികളും, പ്രവൃത്തികൾ മൂല്യങ്ങളുമാവുന്നു. നിങ്ങളുടെ മൂല്യങ്ങളാണ് നിങ്ങളുടെ വിധിയാവുന്നത്. ഇന്ന് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ 151-ാം ജന്മവാർഷികം ആഘോഷിക്കുകയാണ് നാം. ഇന്നും പ്രസക്തമായ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഒരു നല്ല വീടിന് തുല്യം വയ്ക്കാൻ ലോകത്തൊരു സ്കൂളുമില്ല. നന്മയുള്ള മാതാപിതാക്കൾക്ക് തുല്യം വയ്ക്കാൻ ലോകത്തൊരു അധ്യാപകനുമില്ല. അഹിംസാത്മകമായ പ്രവൃത്തികൾക്ക് പരിധിയില്ല. അവ ഒരിക്കലും പരാജയപ്പെടുകയുമില്ല. സത്യമെന്നത് വെറും ഒരു വാക്കല്ല, ജീവിതം മുഴുവൻ സത്യമായി തീർക്കണം. ആദ്യം നിങ്ങൾ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പുച്ഛിക്കും, ഒടുവിൽ ആക്രമിക്കും. പിന്നെയായിരിക്കും നിങ്ങളുടെ വിജയം. നിർമ്മലമായ സ്നേഹത്താൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. ഓരോ വിദ്യാലയം വിശുദ്ധിയുടെ സ്ഥലമാണ്. വിശുദ്ധമല്ലാത്തതും മതവുമായിട്ടുള്ളതുമായ യാതൊന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. സ്വയം കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവരുടെ സേവനത്തിൽ സ്വയം നഷ്ടപ്പെടുക എന്നതാണ്. ദുർബലർക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ക്ഷമിക്കുക എന്നത് ശക്തരുടെ ഗുണമാണ്. ഹിംസയിലൂടെ നേടുന്ന വിജയം വിജയമല്ല, അത് തോൽവിയാണ്. എന്തെന്നാൽ അത് വെറും നൈമിഷികം മാത്രമാണ്. ദരിദ്രർക്ക് വേണ്ടി അധ്വാനിക്കുന്നേക്കാൾ ഈശ്വരന് ഇഷ്ടപ്പെട്ട മറ്റൊരു മാർഗവുമില്ല. സമൂഹ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യർ സ്വജീവിതം അതിന് മാതൃകയാക്കണം. പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും സന്നദ്ധരായിരിക്കണം. അവകാശത്തിന്റെ യഥാർത്ഥമായ ഉത്ഭവസ്ഥാനം കടമയാണ്. കടമകൾ നിറവേറ്റിയാൽ അവകാശങ്ങൾ തേടി ദൂരെ പോകേണ്ടി വരില്ല. തെറ്റുകൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം കൂടി ഉൾപ്പെടുമ്പോഴേ സ്വാതന്ത്ര്യത്തിന് അതിന്റെ വിലയുണ്ടാവും. ഗാന്ധിജി പകർന്നു തന്ന ഈ ഓരോ മാർഗങ്ങളും ജീവിതത്തിന്റെ മഹത്തായ തത്വങ്ങളാണ്. ഇവയിലൂടെ നമുക്ക് മുന്നേറാം. സമത്വവും സാഹോദര്യവും വരും തലമുറകളിലേക്ക് നമുക്ക് പകർന്നു നൽകാം. ഏവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ.